ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ദുഃഖറാന ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷ്യത്തെ സ്മരിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാ ദൈവമക്കൾക്കും ദുഃഖറാന തിരുനാളിൻ്റെ മംഗളാശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളട്ടെ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അധ്യായം 25 വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അതിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈകൾ വയ്ക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഗുരു സാന്നിധ്യത്തിൻ്റെയും ഗുരുവിൻ്റെ നേരിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി ശാഠ്യം പിടിക്കുന്ന ഒരു ശിഷ്യനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തോമാസ് ശ്ലീഹായ്ക്ക് പ്രത്യക്ഷനായ ഈശോ അവനോട് പറയുന്നുണ്ട്, വരുവൻ, എൻ്റെ പാർശ്വത്തിൽ കൈകൾ വയ്ക്കുവനെന്ന് അവനോട് പറയുമ്പോൾ വിശുദ്ധ തോമാസ് ശ്ലീഹ തൻ്റെ ഗുരുവിലുള്ള ഈശോയിലുള്ള ആഴമായ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അധ്യായം 28 വചനത്തിൽ നാം കാണുന്നുണ്ട്. വിശുദ്ധ തോമാസ് ശ്ലീഹ തൻ്റെ ഗുരുനാഥനിലുള്ള ആഴമായ വിശ്വാസം പ്രഖ്യാപിക്കുന്നു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ അവിശ്വാസത്തിൻ്റെ പാതയിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ നമ്മെ തേടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈശോയും ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ്. എൻ്റെ മകനെ, എൻ്റെ മകളെ, ഇതാ എൻ്റെ തിരുമുറിവുകൾ, നിൻ്റെ മുറിവുകൾ എൻ്റെ ഈ തിരുമുറിവുകളിലേക്ക് ചേർത്ത് വയ്ക്കൂ എന്ന് ഈശോ അനുദിനം ആഹ്വാനം ചെയ്യുകയാണ്. എനിക്ക് തോമാസ് ശ്ലീഹായെ പോലെ പറയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇന്നത്തെ ദിവസം നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈശോയുടെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ തോമാസ് ശ്ലീഹായെ പോലെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ പരിപൂർണമായിട്ട് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, ഇന്നത്തെ ദിവസം അങ്ങേരയിലുള്ള വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങയുടെ അരുമശിഷ്യനായ വിശുദ്ധ തോമാസ് ശ്ലീഹായെ പോലെ രക്തസാക്ഷ്യം വഹിക്കുവാനുള്ള കൃപയേകി കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ അനുഗ്രഹത്തിന് നീർച്ചാലായി മാറുവാനുള്ള കൃപയേകി കർത്താവെ എന്നെ ഈ ദിവസം അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.